ഈ ഈച്ചയ്ക്ക് മനുഷ്യനെ കൊല്ലാൻ സാധിക്കും. പല്ലിൽ കുത്തുന്ന ടൂത്ത് പിക്ക് ഉപയോഗിച്ചുകൊണ്ട് അവൻ എക്സസൈസ് ചെയ്യുകയാണ്. ടേപ്പ് ഉപയോഗിച്ചുകൊണ്ട് അതൊരു ട്രെഡ്മിലാക്കുന്നു. ബൾബിന്റെ ഫിലമെന്റ് ഉപയോഗിച്ചുകൊണ്ടും അവൻ എക്സസൈസ് ചെയ്യുകയാണ്. അതെ, ഇതൊക്കെ ചെയ്യുന്നതിന് ഒരൊറ്റ കാരണമായിരുന്നു: റിവഞ്ച്. ഈച്ചയാകുന്നതിന് മുൻപ് ഇവനൊരു മനുഷ്യനായിരുന്നു. ക്രൂരനായ ഒരുത്തൻ അവനെ കൊല്ലുകയാണ്. അങ്ങനെ അവൻ ഈച്ചയായി പുനർജനിക്കുന്നു. അങ്ങനെ ആ കുഞ്ഞൻ ഈച്ച പുനർജനിക്കുകയാണ്. ജനിക്കുന്ന സമയത്ത് തന്നെ വെള്ളത്തിന്റെ അതിശക്തമായ ഒഴുക്കിൽ അവൻ തെറിച്ചു പോകുന്നതാണ് കാണിക്കുന്നത്. അതിനുശേഷം ഒരു കിളി വന്ന് അവനെ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നു. അതിൽ നിന്നൊക്കെ അവൻ രക്ഷപ്പെടുകയാണ്. അങ്ങനെ ഒരു ദിവസം അവനെ കൊന്ന ആളിനെ കാണുന്നു. ഉടൻ തന്നെ അവൻ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ഒരിക്കലും തന്നെ കൊണ്ട് ഒരു മനുഷ്യനെ ആക്രമിക്കാൻ സാധിക്കില്ല എന്ന് അവൻ മനസ്സിലാക്കുകയാണ്. അങ്ങനെ അവനെ കൊല്ലാനായിട്ട് പലതരത്തിലും പ്രാക്ടീസ് ചെയ്ത് മിടുക്കനായിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഒരു ദിവസം സൂചി കൊണ്ട് അവനെ കുത്താൻ ശ്രമിക്കുകയാണ്. കൊലയാളിയാകട്ടെ മാഗ്നറ്റ് ഉപയോഗിച്ചുകൊണ്ട് അവനെ തളച്ചിടുന്നു. അടുത്ത നിമിഷം അവന്റെ ചിറകുകൾ അരിഞ്ഞു കളയുകയാണ്. ആ സമയത്ത് അവൻ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച പീരങ്കി കാണുകയാണ്. അടുത്ത നിമിഷം ഗൺ പൗഡറിന്റെ മുകളിലൂടെ ഉരുണ്ട് ആ തീയുടെ മുകളിലൂടെ ചാടി നേരെ പീരങ്കിയുടെ ഉള്ളിലേക്ക് കയറുകയാണ്. അടുത്ത നിമിഷം തന്നെ അതിലുണ്ടായിരുന്ന ഉണ്ട തുളച്ചു കയറി കൊലയാളിയുടെ തലയിലൂടെ കയറി അവൻ മരിക്കുന്നതാണ് കാണിക്കുന്നത്.